റോഹിഷേ, കേരള സംസ്ഥാന രൂപീകരണം മുതൽ ഇതുവരെ 12 മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് അവരെ ആരെയെങ്കിലും കുറിച്ച് ഇതുപോലെ നമ്മുടെ പിണറായി വിജയനെ കുറിച്ച് ഉണ്ടാകുന്നത് പോലത്തെ സ്തുതിഗീതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്നുള്ള നിലയ്ക്ക് അച്ഛനുള്ള എക്സ്പീരിയൻസ് ഇത്ര വർഷം കേരള രാഷ്ട്രീയം കേട്ടതാണെന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. ഇദ്ദേഹം അത്ര അതിപ്രഗത്ഭനായതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് കണക്കാക്കാനാകുമോ? അല്ല, ഈ ഇതിനകത്ത് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൻ്റെ കൂടപ്പുറപ്പാണ് ഈ സ്തുതിഗീതം എഴുത്തും പാട്ടുണ്ടാക്കി സിനിമ ഉണ്ടാക്കിയും. പക്ഷെ വ്യക്തിപൂജ പാടില്ല എന്നാണ്. അത് പറച്ചില്ലല്ലോ ഉള്ളൂ. നമ്മൾ പിൻകാല ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ സോവിയറ്റ് യൂണിയനിലായാലും അന്ന് സ്റ്റാലിനെ കുറിച്ചും പിന്നീട് വന്ന ഭരണാധികാരികളെക്കുറിച്ചും പിന്നെ റുമേനിയയിലെ ചെഷസ്ക്യൂ, പോൾ പോട്ട്, ഇങ്ങനെ എല്ലാവരുടെയും അവരുടെ ഭരണകാലത്ത് അവരെക്കുറിച്ച് തന്നെ ഒരുപാട് സ്തുതിഗീതങ്ങളും പാട്ടും പ്രതിമയും ഉണ്ടാക്കുന്നത് ഒരു പൊതുവേ കാര്യമല്ല. അതവിടെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ അപ്പം ഇവിടെ കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നമ്മുടെ സംസ്ഥാനം 1956 നവംബർ 1 രൂപീകരിക്കുന്നു. 57 ആദ്യത്തെ സർക്കാർ വരുന്നു. അതിനുശേഷം കേരളത്തിൽ ഇപ്പം പിണറായി വിജയൻ വരെ 12 മുഖ്യമന്ത്രിമാരാണുണ്ട്. അതിനകത്ത് 5 പേര് കമ്മ്യൂണിസ്റ്റുകാരായ, 2 പേര് CPIയുടെ ഇത് ഒഴിച്ചാൽ 5 പേര് കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ആർക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ ആരും തന്നെ പിന്തുടരാത്ത ഒരു പാതയാണ് പിണറായി വിജയൻ്റെ ഈ ഭരണകാലത്ത് നമ്മൾ കാണുന്നു. പിണറായി വിജയനെ സ്തുതിച്ച് പാട്ടുണ്ടാവുന്നു, ഡോക്യുമെൻ്ററി ഉണ്ടാവുന്നു, PR ഏജൻസികളെ വെച്ച് ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ പരമാവധി ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹത്തെ പുകഴ്ത്തുന്നതും പ്രശംസിക്കുന്നതുമായ അവസരങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്ന തരത്തിലുള്ളൊരു ഇതാണ് കാണുന്നത്. പക്ഷെ അവരുടെ ആരുടെയും കാലത്ത് ഈ നിപ്പയും കൊറോണയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിലെ വരികൾ ഇങ്ങനെയാണ്: കൊറോണ നിപ്പയൊക്കവേ തകർത്തെറിഞ്ഞ നാടിതെ, കാലവർഷക്കെടുതിയും ഉരുൾപൊട്ടലൊക്കവേ, ഇതിലെല്ലാം കൈവിളക്കമായി കാത്തുനിന്ന മുഖ്യമന്ത്രി എന്നുള്ളത് ആണ് ഇതിൻ്റെ ഉള്ളടക്കം. ഈ നാട്ടിലെ എല്ലാ മുഖ്യമന്ത്രിമാരും അവരുടെ കാലത്തുണ്ടായ ദുരന്തങ്ങളും പ്രശ്നങ്ങളോടൊക്കെ തന്നെ പോസിറ്റീവായിട്ട്, അതേത് പാർട്ടിയിലായാലും പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുള്ള നേതാക്കന്മാരാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വികസനം വന്നതെന്നാണ് അച്യുതമേനോൻ ഇരുന്ന 71-77 കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വികസനം വന്നത്. 120ഓളം സ്ഥാപനങ്ങൾ തന്നെ ഉണ്ടായ ചരിത്രം നമുക്കുണ്ട്. അപ്പോൾ അതൊന്നും ഒരാളുടെ നേട്ടമോ അല്ലെങ്കിൽ പിന്നെ ദുരന്ത കാലത്ത് ഇങ്ങനെ പെരുമാറി എന്ന് പറയുന്നത്, ഈ ദുരന്തങ്ങൾ കാരണം ഒരു രക്ഷക പരിവേഷം പിണറായി വിജയൻ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം അല്ല. അതൊരു ഭരണാധികാരി എന്നുള്ളതിൽ അത് ശരി തന്നെയാണ്. അദ്ദേഹത്തിന് ആ പരിവേഷം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഭരണാധികാരി എഫക്റ്റീവായിട്ട് ഇടപെടുന്നു. ഇത് തന്നെ ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ല, ഈ അടുത്ത കാലത്ത് ഒറീസയിൽ അവിടെ കാറ്റും പ്രളയവും വന്നപ്പോഴത്തേക്ക് തന്നെ അവിടുന്ന് അതിനു മുമ്പ് തന്നെ ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവരവിടുന്ന് മാറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി. അത് ഭരണകൂടം തുടർന്നു വരുന്ന ഓരോ മാതൃകയാണ് അത് സംഭവം. അതിനകത്ത് പക്ഷേ ഇതൊരു പ്രത്യേകതയുള്ളൊരു ഇതെന്ന് പറയുന്നത്, കോവിഡ് എന്ന് പറയുന്നത് ഈ ലോകം നേരിട്ടിട്ടില്ലാത്തൊരു മഹാവ്യാധിയായിരുന്നു. അതിനകത്ത് കേരളം പോലൊരു സ്ഥലത്ത് പിന്നെ എഫക്റ്റീവായി ഇടപെട്ടു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അതിനകത്ത് നടന്ന എന്തൊക്കെയാണെന്നുള്ള കഥകളൊക്കെ പിന്നെ പുറത്തു വന്നതാണ്. ഈ പറയുന്ന കൊട്ടിക്കൊഴിച്ചു പോലൊന്നും നടന്നില്ല എന്നുള്ളത് മാധ്യമങ്ങളിൽ എക്സ്പോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം പുറത്തു വന്ന കഥകളാണ്. പക്ഷേ ഇത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇതിനൊക്കെ നിന്നു കൊടുക്കാമോ എന്നുള്ളൊരു പ്രസക്തമാണ്. അതാലോചിക്കുമ്പോൾ വളരെ തമാശയുള്ളൊരു കാര്യം തോന്നുന്നു. ഈ നമ്മൾ കുറച്ച് നാൾ മുമ്പ് കണ്ടതാണ് ഒരു ഉദ്ഘാടന പ്രസംഗം പൂർത്തിയാക്കി പോയ ശേഷം അവതാരകയായി നിന്ന പെൺകുട്ടി വളരെ നല്ല ഉദ്ഘാടന പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദി പ്രകടിപ്പിക്കാൻ പോകുമ്പം അദ്ദേഹം അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സാധാരണ തോന്നുന്നത് അത് എന്നെ പ്രശംസിക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല എന്നുള്ള മറ്റിൽ പറഞ്ഞാൽ തോന്നാം. പക്ഷേ അദ്ദേഹം തന്നെയാണ് ഈ ഇത്തരം പാട്ടുകൾക്ക് ഇരുന്ന് കൊടുക്കുന്നത് എന്നുള്ളതാണ് തമാശയായിട്ട് തോന്നുന്നത്, വൈരുദ്ധ്യമായിട്ട് തോന്നുന്നത്. അല്ല, പിണറായി വിജയൻ്റെ ഒരു സഹജമായ സ്വഭാവം എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ പെട്ടെന്നൊന്നും ഇങ്ങനെയുള്ള പ്രശംസയ്ക്കൊന്നും നിന്നു കൊടുക്കാത്ത ആളെന്നുള്ള ഒരു ഇമേജ് ആയിരുന്നു അദ്ദേഹത്തിന് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഭരണാധികാരി ആയതിനു ശേഷം ക്യാപ്റ്റൻ വിളി അത് അദ്ദേഹം ആസ്വദിച്ചതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അതായിരുന്നു വലിയ തോതിൽ പിന്നെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു പരസ്യവാചകം. നമ്മുടെ മാധ്യമപ്രവർത്തകർ തന്നെ ചില ആളുകൾ അഭിസംബോധന ചെയ്തുപോലും അങ്ങനെ. പിന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകർ പിന്നീട് രാഷ്ട്രീയക്കാരിയൊക്കെ ആയ വീണ ജോർജ് തന്നെ അസംബ്ലിയിൽ പറഞ്ഞല്ലോ, ഈ കപ്പൽ ആടുകയില്ല, ഇതിനൊരു ക്യാപ്റ്റൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞുള്ള സ്തുതിഗീതം പറഞ്ഞതൊക്കെ കിട്ടും. അപ്പോൾ ഇത് അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ, വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമല്ല എന്ന് പറയുന്നിടത്താണ് ഈ തരത്തിലുള്ള ഇതെല്ലാം നടക്കുന്നത്.
അപ്പോൾ അതിനെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടാണല്ലോ. 2014 തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനെ വാഴ്ത്തി പാടിക്കൊണ്ടൊരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു, KR സുഭാഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ചെയ്ത്. അത് തന്നെ യുവതയോട് അറിയണം പിണറായി എന്നായിരുന്നു ആ ഡോക്യുമെൻ്ററി. ഏതാണ്ട് 75 ലക്ഷം പേരോളം കണ്ടു എന്ന് ആ സംവിധായകൻ തന്നെ അവകാശപ്പെട്ട ഇതാണ്. അദ്ദേഹം പിണറായി വിജയൻ്റെ നിലപാടുകളിലെ മാറ്റങ്ങളുടെ പേരിൽ അദ്ദേഹം യൂട്യൂബിൽ നിന്ന് അത് പിൻവലിക്കുകയും ചെയ്തു. അപ്പം സ്തുതിഗീതങ്ങളെ അതിൽ KR സുഭാഷ് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, മാധ്യമ സിൻഡിക്കേറ്റിനോട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പിണറായി വിജയൻ തന്നെ ഇരുന്നാണ് അതിൻ്റെ പ്രൊഡക്ഷനിലുടനീളം ആരെയൊക്കെ കൊണ്ട് സംസാരിപ്പിക്കണം. 12 പേരുടെ ഇൻ്റർവ്യൂ ആണ് അതിലുണ്ടായിരുന്നത്. പിണറായി വിജയനെ കുറിച്ച് നേരിട്ട് അറിയുന്ന 12 പേർ. ആ 12 പേരെ സെലക്ട് ചെയ്ത് തന്നെ പിണറായി വിജയനാണ്. അവരെന്തൊക്കെ പറയണമെന്ന് തീരുമാനിച്ച അദ്ദേഹമാണ്. അങ്ങനെ ആകെ കൂടി മറ്റു പല കാര്യങ്ങൾ എന്ന പോലെ അതിലെല്ലാം എന്നെ നിയന്ത്രിച്ചത് പിണറായി വിജയനായിരുന്നു എന്നാണ്. അപ്പം പിണറായി വിജയൻ്റെ സ്വന്തം അനുഗ്രഹാശിസോടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻകൈ എടുത്ത് വന്നൊരു ഡോക്യുമെൻ്ററി ആയിരുന്നു അത്. അദ്ദേഹത്തിന് ഈ സുഭാഷിനെ കാണണമെന്ന് താല്പര്യപ്പെട്ട പ്രകാരം പാലക്കാട്ട് വെച്ച് നേരിട്ട് കണ്ട ശേഷമാണ് ഇത്തരം ഡയറക്ഷൻസ് എല്ലാം കൊടുത്ത് ആ ഡോക്യുമെൻ്ററി യാഥാർത്ഥ്യമാക്കി എടുത്തത് എന്ന് തന്നെയാണ് സുഭാഷ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴും ഈ വാഴ്ത്തുപാട്ടുകൾ പോലെ ഇത്തരം ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അല്ല, ഇത് ഈ ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ ഇത്തരം പുകഴ്ത്തലുകൾക്കും ഒക്കെ തന്നെ ഇമേജ് ബിൽഡിംഗ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ PR ഏജൻസികൾ സർവൈവ് ചെയ്യുന്നത്. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ പ്രധാനമന്ത്രി മോദി, അദ്ദേഹം തന്നെ PR ഏജൻസികളെ വെച്ച് ഇമേജ് ബിൽഡപ്പ് ചെയ്ത കഥകളൊക്കെ തന്നെ മാധ്യമങ്ങളിലൊക്കെ വരികയും അന്തരീക്ഷത്തിലുള്ളത് തന്നെയാണ്. അപ്പോൾ PR ഏജൻസികളെ വെക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, അല്ലെങ്കിൽ ഇമേജ് മേക്കിങ്ങിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്. നിങ്ങളെ മാത്രം വാഴ്ത്തിപ്പാടുന്ന അതിനുവേണ്ടിയുള്ള പഴയ കാലങ്ങളിൽ രാജകൊട്ടാരങ്ങളിൽ വിദൂഷകന്മാരെ ഉപയോഗിച്ച് രാജാവിനെ വാഴ്ത്തിപ്പാടുന്ന അത് തന്നെയാണ് ഇപ്പോഴും ഈ നടക്കുന്നത്. അതിൽ നിന്ന് അടിസ്ഥാനപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ മഹാനാണ് എന്ന് കൊട്ടിഘോഷിക്കാൻ എല്ലാ മനുഷ്യനും ഒരു വാസന ഉണ്ടാവാം. പക്ഷേ ഒരു ഭരണാധികാരി അത് ചെയ്യുമ്പോഴാണ് അത്തരത്തിൽ അതിനെ നമ്മൾ സംശയത്തോടുകൂടി കാണുന്നത്. 1975 കാലത്ത് അടിയന്തരാവസ്ഥ വന്ന സമയത്ത് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന DK ബറുവ ഇന്ത്യയാണ് ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറയുന്നൊരു മുദ്രാവാക്യം അന്ന് കോയിൻ ചെയ്തു. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് എന്ന് പറയുന്ന തരത്തിലുള്ളൊരു പുകഴ്ത്തലായിരുന്നു. അതിനെ ചെവി കൊടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രധാനമന്ത്രി. അവരത് വലിയ തോതിൽ പ്രചരണായുധമാക്കിയിരുന്നു. അപ്പോൾ അത് തരാതരം പോലെ രാഷ്ട്രീയ ഉപയോഗിക്കുന്നു. എല്ലാ പാർട്ടികളിലും സ്തുതിഗീതം കേൾക്കുന്ന ആൾക്കാരുണ്ട്. കേരളത്തിൽ ഇതൊരു പുതുമയാണല്ലേ? കേരളത്തിൽ തീർച്ചയായിട്ടും ഒരു പുതുമയാണ്. കേരളത്തിൽ ഇരുന്ന ഒരു ഭരണാധികാരി, പിണറായി വിജയൻ ഒഴിച്ച് ഒരു ഭരണാധികാരി ഇത്തരത്തിലുള്ള സ്തുതിഗീതം കേൾക്കാൻ അല്ലെ എഴുതിപ്പിച്ചതിനെ ആസ്വദിക്കുന്ന, അതിൽ തെറ്റില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയൊന്നും ഈ സമീപകാലത്ത് കേരളം ഉണ്ടായതിനു ശേഷമുള്ളത് കണ്ടിട്ടില്ല. ഇപ്പം നായനാരുടെ കാലത്ത് അദ്ദേഹം തന്നെ ഒരുപാട് ആത്മകഥകൾ, 4 ആത്മകഥകളോ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അത് പലതും പലതരത്തിലൊക്കെ തന്നെ എഴുതിയിരിക്കുന്നു. പക്ഷേ ആത്മകഥ എഴുതി എന്നുള്ളത് അത് സ്വയം ആത്മപ്രശംസയുടെ ഭാഗമായിട്ട് ഉള്ളതാവാം. പക്ഷേ ഇത്തരത്തിൽ നിങ്ങൾ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ട് മഹത്വം വിളിച്ചു കൂവുന്ന ഈ മനുഷ്യദൈവങ്ങൾ ചെയ്യുന്ന അതേ പണി തന്നെയാണ് ഈ രാഷ്ട്രീയ നേതാക്കളും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ആളുകൾ, ഈ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ നേതാക്കളടക്കം പറയുന്നത് ഇദ്ദേഹം മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഇത്തരം ഒരു ഗാനം വേണമെന്ന് തീരുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ എഴുതിയ ആൾ പറയുന്നത് ഇത് പിണറായി വിജയൻ ചെയ്ത കാര്യം തന്നെയാണ്, അല്ലാതെ പുകഴ്ത്തലൊന്നും അല്ല എഴുതിയാളും ഈ നേതാക്കളൊക്കെ പറയുന്നത്. അപ്പോൾ അത് പിണറായി വിജയൻ പറഞ്ഞു ജയിച്ചു എന്നോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല, പക്ഷേ അദ്ദേഹം ഇരുന്ന് കൊടുക്കുന്നുള്ളതാണ് ഇതിലേറ്റവും. അത് പറയുമ്പോൾ വ്യക്തിപൂജയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊന്നുകൂടെ പറയണല്ലോ, ഈ ഇപ്പോൾ ആർക്കും അത്തരം ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അതായത് P ജയരാജന്റെ പേരിൽ, അതെ P ജയരാജന് വേണ്ടി അവിടുത്തെ ലോക്കൽ ക്ലബ്ബുകൾ ഉണ്ടാക്കിയ അതായത് കവിതയുടെ പേരിൽ, പാട്ടിന്റെ പേരിൽ ആണ് അദ്ദേഹത്തെ വ്യക്തിപൂജ എന്ന് പറഞ്ഞ് വലിയ ആരോപണങ്ങളിൽ നേരിട്ടാണ് അദ്ദേഹം. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്നത്തെ ആ സാഹചര്യവും ഈ സാഹചര്യവും തമ്മിൽ ഏതൊക്കെ നേരത്തെ നമുക്ക് വ്യത്യാസമുണ്ടെന്ന് കരുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് പോസിറ്റീവ് ആണെന്നും? അത് ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്നതും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നതുമായ നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ പാർട്ടി ചലിക്കത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. ഈ നമ്മൾ പറഞ്ഞ ഈ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഇങ്ങനെ ഒരു പാട്ട് എഴുതി പിണറായി വിജയൻ പങ്കെടുക്കുന്ന മീറ്റിങ്ങിനകത്ത് പിണറായി വിജയൻ്റെ കൺസെൻ്റ് ഇല്ലാതെ, പിണറായി വിജയൻ്റെ സ്വഭാവം അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം അങ്ങനൊന്നും അതൊന്നും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരാളല്ല. പറഞ്ഞാൽ തീർന്നു തന്നെ. അപ്പം അതൊന്നും ഒരു സ്വാഗത പ്രസംഗം 2 മിനിറ്റ് നീണ്ടപ്പോൾ
തന്നെ വിരട്ടിയത് ആളാണ്. അപ്പോൾ അതൊന്നും ആ തരത്തിലുള്ള പിണറായി വിജയൻ്റെ സ്വഭാവം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പിണറായി വിജയനെ അങ്ങനെ ഇതൊന്നും പറഞ്ഞ് കളിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പിണറായി വിജയൻ്റെ കൃത്യമായ കൺസെൻറ്റോടുകൂടി തന്നെയാണ് ഈ പാട്ട് എഴുതിയതും ഈ പാട്ട് പാടാൻ ഈ ഇങ്ങനൊരു പൊതുവേദിയിൽ പാടാൻ അനുവദിച്ചതും എല്ലാം. അത് കാരണം ഇന്നലെ തന്നെ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തല്ലോ. ഒരുപാട് അതിശയങ്ങൾ നേരിടുന്ന ഒരാളാണ് ഞാൻ. അതിനിടയിൽ ഇങ്ങനെ ഒരു വാഴ്ത്തുപാട്ട് കേൾക്കുന്നതിൽ എന്താണ് നിങ്ങൾക്കല്ലേ എനിക്ക് അസ്വസ്ഥതയില്ല എന്ന് തന്നെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. അപ്പം ഇത് ഇതിന്റെ പേരിൽ വരുന്ന ദിവസങ്ങളിൽ പാർട്ടിക്കകത്ത് ആർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമോ, അത് പ്രകടിപ്പിക്കാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാകുമോ എന്നുള്ളത്. കാരണം അതിനുള്ള ധൈര്യം ആർക്കും ഒരു ഉദാഹരണം പറയാം. അതായത് ഈ ജോസഫ് സ്റ്റാലിൻ, റഷ്യയുടെ ഏകാധിപതിയായിരുന്ന സ്റ്റാലിൻ മരിച്ച് ഈ മരണ വാർത്ത ആര് പുറത്തു പറയണം എന്നുള്ളതിനെക്കുറിച്ച് അക്കാലത്ത് വലിയ തർക്കം ഉണ്ടായത്. ആര് പുറത്തു പറയും എന്നുള്ളതിനെക്കുറിച്ച് തർക്കം വന്നു. അതിനെക്കുറിച്ച് തന്നെ ഒരു സിനിമ തന്നെയുണ്ട്, ഡെത്ത് ഓഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് ഇത് പറയാൻ ഭയമാണ്. അപ്പോൾ പിണറായി വിജയനെതിരെ പറയാനൊന്നും ഇന്ന് കേരളത്തിലെ പാർട്ടിക്കകത്ത് ആർക്കും ധൈര്യമില്ല. അത് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് വ്യക്തിപൂജ നിങ്ങൾ നടത്തുന്നു എന്ന് പറയാനുള്ള ധൈര്യമുള്ള ആരും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനകത്ത് ഇല്ല എന്നുള്ള കാര്യം വളരെ വളരെ വ്യക്തം. കേരളത്തിലും ദേശീയ അത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതിന് പറയാൻ ആരും ധൈര്യം. ദേശീയ നേതൃത്വം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഉൾപ്പെട്ട നേതൃത്വമാണ്. അതിനകത്ത് ആരാണ് പറയാൻ ധൈര്യമുള്ളത്? ആരും പറയത്തില്ല. പിണറായി വിജയനെതിരെ ഒരു വിരൽ പോലും അനക്കാൻ ധൈര്യമുള്ള ഒരാൾ പോലും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇനിയും സ്തുതിഗീതങ്ങൾ ആവോളം ഉണ്ടാവട്ടെ, അദ്ദേഹം ആസ്വദിക്കട്ടെ എന്ന് മാത്രം പറയാൻ അവസാനിപ്പിക്കാം.